നമസ്കാരം. ഡബിൾ ടു മലയാളം ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു FM ബൂസ്റ്ററിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബൂസ്റ്റർ നിർമ്മിക്കാൻ നമുക്കൊരു 220 PF കപ്പാസിറ്റർ, ഒരു ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, 1 മെഗാ ഓം റെസിസ്റ്റർ, പിന്നെ ഒരു കോയിൽ, ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പണൻ്റാണ് ഒരു N ചാനൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇതൊരു പ്രത്യേകതരം ട്രാൻസിസ്റ്ററാണ്. ഇത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇത് കൃത്യമായി ഇത് തന്നെ ഉപയോഗിച്ചാൽ ഈ ബൂസ്റ്ററിൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച പോലെ ലഭിക്കുകയുള്ളൂ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് BF245C എന്നതാണ്. അപ്പം ഇത് കിട്ടാൻ പ്രയാസമാണെങ്കിൽ നമുക്കൊരു കണ്ടൻസർ മൈക്രോഫോൺ, ഇത് വളരെ സുലഭമായി ലഭിക്കുന്നതാണ്. ഇതിട്ട് ഒരു കണ്ടൻസർ മൈക്രോഫോൺ എടുത്തിട്ട് ഇതിൽ നെഗറ്റീവ് പിൻ, അതായത് ഇതിൻ്റെ സോഴ്സ് ആണ് ആ ഗ്രീൻ വയർ, അതിൽ നിന്ന് കാണാം ഒരു കേസിലേക്ക് ഒരു കണക്ഷൻ പോകുന്നത്. ആ റെഡ് വയർ അതിൻ്റെ ഡ്രെയിനുമാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ കണ്ടൻസർ മൈക്രോഫോണിനെ നമുക്കൊരു ഹാക്സോ ബ്ലേഡ് കൊണ്ട് ചെറുതായി ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ചെറിയ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ കാണാം. ഈ ട്രാൻസിസ്റ്ററിനെ നിങ്ങൾക്ക് ഈ ആൻറ്റിന ബൂസ്റ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. ഇതിൻ്റെ സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ് പിന്നുകൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി വെക്കുക. ഞാനിവിടെ ഒരു ഹോം മെയ്ഡ് കമ്പണൻറ്റ് ടെസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബേസിക്കലി കുറച്ച് റെസിസ്റ്ററുകളും ഒരു ആർഡുയിനോ യുനോ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇതൊരു ആർഡുയിനോ യുനോ ആണ്. പിന്നെ ഒരു ചെറിയ ജനറൽ പർപ്പസ് ബോർഡിൽ ഇതിന് വേണ്ട കമ്പോണൻസ് എല്ലാം വെച്ചിട്ട് നിർമ്മിച്ചെടുത്തതാണ്. ഇതുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണിക് കമ്പോണൻസുകൾ നമുക്ക് ചെക്ക് ചെയ്യാനും അതിൻ്റെ പിന്നുകൾ, ഫോർ എക്സാമ്പിൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, കളക്ടർ, എമിറ്റർ, ഇങ്ങനത്തെ സംഭവങ്ങളും ഇവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും, പിന്നെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, JFET, ഇങ്ങനെ പിന്നുകൾ കണ്ടുപിടിക്കാൻ സാധാരണ മൾട്ടിമീറ്റർ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളും എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് പ്രൊജക്റ്റ് ചെയ്യുന്നവർക്ക് ജോലി വളരെ എളുപ്പമാവുന്നു. അപ്പം ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ, ഇതെങ്ങനെ നിർമ്മിക്കുന്നു എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൂസ്റ്റർ നിർമ്മിക്കാൻ ആവശ്യമായ കമ്പണൻസ് എല്ലാം ശരിയാക്കി വെച്ച ശേഷം ഞാനിവിടെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അസംബിൾ ചെയ്തെടുക്കുക. ചെറിയൊരു മെറ്റൽ കണ്ടെയ്നർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, ഷീൽഡഡ് ആയിട്ടുള്ള. അപ്പോൾ അതിനുള്ളിൽ ഇതൊരു ഇതിന് മിക്കവാറും പ്രിൻറ്റഡ് ബോർഡൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ സോൾഡർ ചെയ്ത് നിർമ്മിച്ചാൽ മതി. ഇതിൻ്റെ ആൻറ്റിനയായി ഒരു ടെലസ്കോപ്പിക് ആൻറ്റിന കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ഒരു ഡൈപോൾ ആൻറ്റിനയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ആൻറ്റിനയുടെ ഒരറ്റം ആൻറ്റിന ഇൻപുട്ടിലേക്ക്, മറ്റേ ഭാഗം ഗ്രൗണ്ട്, അത് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അതുപോലെ റേഡിയോയിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം റേഡിയോയുടെ ആൻറ്റിനയിലും മറ്റേ ഭാഗം റേഡിയോയുടെ നെഗറ്റീവ്, ബാറ്ററിയുടെ അതിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം ആൻറ്റിന ജാക്കറ്റുള്ള റേഡിയോ ആണെങ്കിൽ ആൻറ്റിന ജാക്കറ്റിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതിയാവും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി കണ്ടുകിട്ടുന്നതിലേക്കും നന്ദി, നമസ്കാരം. 73 222 മലയാളം സൈനിക.